ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മാക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഏണിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇതിന് മുന്നേ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എഗെയിൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കമൻസിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. മെയിനായിട്ടൊരു രണ്ട് മൂന്ന് സംഭവങ്ങളെ കുറിച്ചാണ് റിപ്പീറ്റായിട്ട് ഒരുപാട് കമൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് സംഭവമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് മാക്സ് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു ഏണിംഗ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഒരുപാട് പേർക്ക് പരിചയമുള്ളൊരു ഏണിംഗ് ആപ്ലിക്കേഷൻ ആവും. ഒരുപാട് പേര് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ ലെവലിലുള്ള ഏണിങ്സാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ഏണിങ്സ് ഒന്നും കിട്ടണില്ല. പക്ഷേ ഏണിങ്സ് കിട്ടാവുന്ന ഒരു ഏണിംഗ് ആപ്ലിക്കേഷനാണ്. ഒരുപാട് യൂസേഴ്സിൻ്റെ എണ്ണം ഒരുപാടുള്ളൊരു ഏണിംഗ് ആപ്ലിക്കേഷനാണ്. ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ചാനലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സ് പ്ലസ് ന്യൂ വേഴ്സസ് ഓൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഏകദേശം 7 വീഡിയോസ് ഉണ്ട്. ഈ 7 വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മുഴുവനായിട്ടുണ്ടാകുന്ന സംശയങ്ങൾ, ഏകദേശം എല്ലാ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും അത് കാണാത്ത കൊണ്ടാണോ അല്ലെ എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോസ് നോക്കാനായിട്ടും ചില വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും പലരും കാണാത്തത് കൊണ്ടായിരിക്കും തോന്നുന്നു. ഈ മൊത്തം വീഡിയോസ് ഇത് ഫുള്ളും നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ മാക്സ് പ്ലസ് ഏണിംഗ് ആപ്ലിക്കേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും നോർമലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകളും പിന്നെ നോർമലായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുമല്ലോ. പേയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഗോൾഡിൻ്റെയും കാര്യങ്ങളും, അത് ഗോൾഡ് ഇങ്ങനെ ക്യാഷായിട്ട് മാറുന്നതിൻ്റെയൊക്കെ നോർമലായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡൗട്ട് വരാറുള്ളത് അത്തരം കമൻസുകളാണ് ഞാൻ സാധാരണ കാണാറ്. അത്തരം ഡൗട്ടുകൾ ഫുള്ളും ക്ലിയറായി കിട്ടും. അപ്പോൾ ഇത് പുതുതായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന യൂസേഴ്സ്, മാക്സ് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഏണിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾ പുതുതായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ട് നോക്കുക. ഇത് ഫുള്ളും കാണാനുള്ള ക്ഷമയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി സ്പീഡൊക്കെ കൂട്ടി വെച്ചിട്ടൊക്കെ കാണുക. കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ വീഡിയോനകത്തും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് കണ്ടു കഴിയുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ വീണ്ടും ഒരു 2-3 കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കമൻസിൽ വരുന്നതുകൊണ്ട് അപ്പോൾ ആ കാര്യമാണ് ഈ ഒരു വീഡിയോനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോൾഡ്, അതായത് ഈ ഗോൾഡ് എൻ്റെ കയ്യിൽ ക്യാഷായിട്ട് കാണുന്നില്ല, എൻ്റെ കയ്യിൽ വാലറ്റിൽ ക്യാഷ് ആവുന്നില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്ര ഗോൾഡ് ഉണ്ട്, പക്ഷേ എൻ്റെ വാലറ്റിൽ ക്യാഷ് ആവുന്നില്ല. അപ്പോൾ ഞാൻ നോർമലായിട്ട് ഇത്തരം കമൻസ് കാണുമ്പോൾ 24 hours കഴിയുമ്പോഴാണ് ഈ ഗോൾഡ് ക്യാഷ് ആവുക. പലരുടെയും ഒരു ധാരണ 24 hours കഴിയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് രാത്രിയോ വൈകുന്നേരമോ ഒക്കെയാണ് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മോർണിംഗ് ആകുമ്പോഴേക്കും ഈ ഗോൾഡൊക്കെ ക്യാഷ് ആയിട്ടുണ്ടാവും എന്നായിരിക്കും പലരുടെയും ഒരു ധാരണ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം 6 മണിയാകുമ്പോഴാണ് നമ്മുടേതായ ആ ഒരു 24 hours, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തുടങ്ങിയുള്ള 24 hours കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോഴേ നമ്മൾ ഈ ഏൺ ചെയ്ത് വെച്ച ഗോൾഡൊക്കെ ക്യാഷായിട്ട് കൺവേർട്ട് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഗോൾഡ് എന്ന് പറയുന്നത് ക്യാഷായിട്ട് 24 hours കഴിയുമ്പോൾ മാത്രമേ നമ്മളുടെ കയ്യിൽ ക്യാഷായിട്ട് കൺവേർട്ട് ആവുള്ളൂ. പിന്നെ വരാറുള്ളൊരു കമൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, ഗോൾഡ് അടുത്ത ദിവസം എൻ്റെ ഗോൾഡൊക്കെ ക്യാഷായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയില്ല. അതായത് ഗോൾഡ് ഉണ്ടായിരുന്നു, ആ ഗോൾഡൊക്കെ 0 ആയിട്ടുണ്ട്, പക്ഷേ വാലറ്റിൽ പ്രത്യേകിച്ച് ക്യാഷൊന്നും ഇൻക്രിമെൻ്റ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് കാണാറുണ്ട്. ചില ടൈമിൽ കാണാം ഞാൻ ഇന്ന ദിവസം ഏൺ ചെയ്ത ഗോൾഡ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഗോൾഡൊന്നും ഇതിനകത്ത് കാണാനില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ചില കമൻസ് കാണാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിനകത്ത് അതായത് നമ്മുടെ വാലറ്റിനകത്ത് ഇപ്പോൾ പലർക്കും വാലറ്റ് ഇന്ത്യൻ റുപ്പീസിലല്ലാണ്ട് ഡോളേഴ്സിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട് എന്നല്ല, ചിലവർക്ക് ഇന്ത്യൻ റുപ്പിയിലും ചിലവർക്ക് ഡോളേഴ്സിലും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇന്ത്യൻ റുപ്പിയിലാണ് എൻ്റെ വാലറ്റ് കിടക്കുന്നത്. പക്ഷേ പലർക്കും ഡോളേഴ്സിലും ഇന്ത്യൻ റുപ്പിയിലും ഒക്കെ ആയിട്ട് മാറി കിടക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഗോൾഡ് എന്ന് പറയുന്നത് ക്യാഷായിട്ട് കൺവേർട്ട് ആകുമ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നും ക്യാഷായിട്ട് കൺവേർട്ട് ആവില്ല. ചിലപ്പോൾ ചില പൈസകളൊക്കെ ആവും. ചിലപ്പോൾ 70 പൈസ, 65 പൈസയോ 30ഓ 20ഓ അങ്ങനെ കൊണ്ടിട്ട് നമ്മൾ ഏൺ ചെയ്ത് വെച്ച ഗോൾഡ് വളരെ ചെറിയൊരു പൈസയായിരിക്കും അടുത്ത ദിവസം ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ടാവും. നമ്മളത് ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. എക്സാക്റ്റായിട്ട് നമ്മുടെ വാലറ്റിൽ എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. അതായത് 150 രൂപ, ഇപ്പോൾ എൻ്റെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 150 രൂപ 12 പൈസയാണുള്ളത്. പക്ഷേ എൻ്റെ മൈൻഡിൽ ചിലപ്പോൾ 150 രൂപ ഉള്ളതായിട്ട് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അടുത്ത ദിവസം ഞാൻ ഈ വാലറ്റിൽ ഇപ്പോൾ ഏൺ ചെയ്ത ഗോൾഡ് ക്യാഷായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാകുമ്പോഴും എൻ്റെ വാലറ്റിൽ 150 രൂപയേ കാണുള്ളൂ. ചിലപ്പോൾ ഇതിനകത്ത് 12 പൈസ പോയി 75 പൈസയോ 80 പൈസയോ 60 പൈസയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ മൈൻഡിൽ അത് ഉണ്ടാവുകയില്ല. ആ 150 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ എൻ്റെ ഗോൾഡ് ക്യാഷായി കൺവേർട്ട് ആയില്ലയോ എന്നുള്ള സംശയം അങ്ങനെ പലർക്കും വരാറുണ്ട്. അങ്ങനെ ഒരു സംഭവം പലർക്കും തോന്നിപ്പോകുന്നതാണ്. ശരിക്കും ഈ നമ്മൾ ഏൺ ചെയ്യുന്ന ഗോൾഡ് 24, അതായത് നമ്മളുടേതായ ആ ഒരു 24 hours കഴിയുമ്പോൾ ക്യാഷായിട്ട് കൺവേർട്ട് ആവും. അതിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ യാതൊരു പ്രശ്നവും വരാറില്ല. ആ ഇൻക്രിമെൻ്റ് ആവുന്ന ആ ഒരു ക്യാഷ് എമൗണ്ട് വളരെ ചെറുതായതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ പെടാണ്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡോളേഴ്സ് കാണുമ്പോൾ, ഇപ്പോൾ ഇതിനകത്ത് ഇന്ത്യൻ മണിയാണ്. ഇന്ത്യൻ മണി ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് പൈസകൾ കൂടുന്നതൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിച്ചാൽ നമുക്കത് ശ്രദ്ധയിൽ പെടും. പിന്നെ ഈ ഡോളേഴ്സ് ആവുന്നതും അതേപോലെ തന്നെയാണ്. ചിലപ്പോൾ 0.01 അല്ലെങ്കിൽ 0.2 അതായത് പോയിൻറ്റിന് ശേഷം 2 0 പിന്നെ 1 3 4 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇൻക്രിമെൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുകയില്ല. നമ്മൾ ആ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ ദിവസം എത്രയായിരുന്നു എക്സാക്റ്റ് നമ്മുടെ വാലറ്റിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു എമൗണ്ട് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് കിട്ടില്ല. നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഓർമ്മ കിട്ടും. നമ്മുടെ വാലറ്റിൽ എമൗണ്ട് ഇൻക്രിമെൻ്റ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഡോളേഴ്സിലായിരിക്കുന്ന സമയത്ത് അതായത് പഴയ ഒരു ടൈമിൽ ഈ ഒരു മാക്സ് പ്ലസ് ആപ്ലിക്കേഷൻ വന്നൊരു ടൈമിൽ ഈ ഒരു വാലറ്റൊക്കെ ഡോളറിൽ തന്നെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ 0.01 അല്ലെങ്കിൽ 2 പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. നമ്മൾ നോർമലായിട്ട് ഏൺ ചെയ്യുന്ന പോലെ ഗോൾഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. 24 hours ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും വാലറ്റിൽ ഒരു ചേഞ്ച് പ്രത്യേകിച്ച് വന്നിട്ടുണ്ടാവില്ല. ഇന്ത്യൻ റുപ്പിയിലാണ് നമ്മുടെ വാലറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ചേഞ്ചസ് വരാറുണ്ട്. ചേഞ്ച് വരാതെ ഇരിക്കുന്നത് ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. എന്നും ചേഞ്ച് വരുന്നതായിട്ടാണ്, ഗോൾഡ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ ഡോളേഴ്സിലാവുമ്പോൾ അടുത്ത ആ ഒരു നമ്പർ മാറാണ്ട് 1-2 ദിവസത്തേക്ക് അത് അങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയതല്ല, ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ആ ഒരു വാല്യൂ, അതായത് ഇന്ത്യൻ വാല്യൂ അല്ല ഡോളറിനുള്ളത്. അപ്പം നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ആ ഒരു ഡോളറിൻ്റെ വാല്യൂവിലോട്ട് മാറുന്നതിൻ്റെ അത്രയും ഗോൾഡ് നമ്മൾ കളക്ട് ചെയ്യാത്തത് കൊണ്ടാണ് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് അതിൽ തന്നെ നിൽക്കുന്നത്. അത് അതിൻ്റേതായ മാറുന്ന ആ ഒരു അത്രയും ഗോൾഡ് നമ്മൾ കളക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അത് 1-2 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നമ്മൾ ഒരുപാട് ഗോൾഡ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് 24 hours കഴിയുമ്പോൾ ചെറിയ ആ ഒരു ചേഞ്ച് വാലറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങളുടെ വാലറ്റിൽ ഒരു ചേഞ്ചും വരുന്നില്ല, 1-2 ദിവസമായിട്ടും സെയിം എമൗണ്ട്, ഒരു ഡെസിമലിൻ്റെ അപ്പുറം ഒരു ചെറിയ ഒരു നമ്പർ പോലും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് അന്ന ദിവസം ചിലപ്പോൾ വളരെ ചെറിയ ഗോൾഡോ 100 ഗോൾഡോ 80 ഗോൾഡോ ഒക്കെ വളരെ ചെറുതായിട്ട് ജസ്റ്റ് കളക്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടും ആവാം. ഡോളറിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയണത്. ഇന്ത്യൻ മണിയിൽ നോർമലി ചേഞ്ച് വരാറുണ്ട് കേട്ടോ. അങ്ങനെ ചേഞ്ച് വരാത്തതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഡോളറിൽ ചില ടൈമിൽ ചിലപ്പോൾ അതുകൊണ്ടാവാം. ഞാൻ തുടക്കം യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഗോൾഡ് ക്യാഷ് ആവും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ 2 കമൻറ്റാണ് നോർമലായിട്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നത്. പിന്നെ കണ്ട വേറെ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ആഡ്സ് വരുന്നില്ല. നമ്മളുടെ ഇവിടെ വാച്ച് ആഡ്സ് എന്നുണ്ടാവില്ല, ആഡ്സ് കിട്ടിയാലും നമുക്ക് ഗോൾഡ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഗോൾഡ് ഏൺ ചെയ്താൽ ആ ഗോൾഡ് ക്യാഷ് ആവുള്ളൂ. ഈ ആഡ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ്സേ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സ് വരാറുണ്ട്. അത് നെറ്റ് ഇഷ്യൂ കൊണ്ടാവാം, എന്താ കറക്റ്റായിട്ട് ഇന്നതാണ് പ്രോബ്ലം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മളിങ്ങനെ വാച്ച് ആഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആഡ്സ് പ്ലേ ആവണം. പക്ഷേ പലർക്കും ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ്സ് പ്ലേ ആവില്ല. അത് നോർമലി അത് അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം എനിക്ക് നോർമലായിട്ട് വരാറുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും, എപ്പോഴും ഒന്നും വരാറില്ല, ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം.
അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് വരുന്ന സമയത്ത് ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ വാച്ച് ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ 3-4 തവണ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോഴൊക്കെ ചിലപ്പോൾ ആഡ്സ് വരികയില്ല. ഒരു 3-4 തവണ നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആഡ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സെൻറ്ററിൽ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് പോലെ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ കോർണറിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിൻ്റെ ഒരു ലൈറ്റ് പോലെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ലോങ് പ്രസ്സൊക്കെ ചെയ്യുക. ലോങ് പ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എഗെയിൻ ഒരു 2-3-4 തവണ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആഡ് വരാറുണ്ട് കേട്ടോ. ഞാൻ നോർമലി അങ്ങനെയാണ് ചെയ്യാറ്. എനിക്കിങ്ങനെ പ്രശ്നം വരാറുണ്ട്. ചില സമയത്ത് ആഡിന് ആ വാച്ച് ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആഡ് വരില്ല. ഒരു 3-4 തവണ അതിനെ പിടിച്ച് ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ലോങ് പ്രസ്സൊക്കെ ചെയ്തിട്ട് ഒരു 3-4 തവണയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ വരാറുണ്ട്. എന്നിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്ത് ഇടും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് നോക്കുമ്പോൾ നോർമലായിട്ട് ആഡ് വരുന്ന പോലെ ഒരു ടാപ്പിൽ തന്നെ ആഡൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. എക്സാക്റ്റായിട്ട് എന്താ പ്രോബ്ലം ഈ ആഡ് വരാത്തതിൻ്റെ എന്നുള്ള പ്രശ്നം എനിക്കറിയില്ല കേട്ടോ. ഇന്നതാണ് പ്രശ്നം കൊണ്ടാണ് ഇന്ന് ആഡ്സ് വരാത്തതിൻ്റെ പ്രശ്നം എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്. നമുക്ക് ആഡ്സൊക്കെ കണ്ട് ടിക്കറ്റ് കളക്ട് ചെയ്യാം, ഗോൾഡൊക്കെ ഏൺ ചെയ്യാം. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ക്യാഷായിട്ടൊക്കെ കൺവേർട്ട് ആവുകയൊക്കെ ചെയ്യും. പിന്നെ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നത് ഈ 2-3 കമൻസാണ്. പിന്നെ ഇതല്ലാണ്ടും കമൻസുകൾ ചോദിക്കുന്നുണ്ട്. ഈ എൻ്റെ വാലറ്റ് വന്നിട്ട് ഇന്ത്യൻ റുപ്പിയിൽ അല്ല കിടക്കുന്നത്, ഡോളേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത്, അത് മാറാൻ എന്താ വഴി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതിന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ലാസ്റ്റത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഹൗ ടു ചേഞ്ച് വാലറ്റ് ഫ്രം ഡോളർ ടു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആ ഒരു വാലറ്റ് ഇന്ത്യൻ റുപ്പിയിലല്ല ഡോളറിലാണ് കിടക്കണത്, എനിക്കത് മാറ്റണം, അതെന്താ ഇന്ത്യൻ റുപ്പിയിലാവാത്തത്, അതെങ്ങനെയാണ് മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻസ് വരുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് കമൻസ് ചെയ്യുന്നവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതിനകത്ത് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കാണുക. പുതിയ യൂസേഴ്സ് ഈ ഒരു പ്ലേലിസ്റ്റ് മാക്സിമം കാണാൻ നോക്കുക. കണ്ടു കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി എന്തെങ്കിലും പുതുതായിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ എന്തായാലും കമൻറ്റ് ചെയ്യും. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം AG.